ഇനി നമുക്ക് ഹോൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ്. ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമുക്ക് വി ഷേപ്പിലിട്ട് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ആദ്യമേ ഹുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഹുക്കിൻ്റെ പൊസിഷൻ എവിടെ വരുന്നോ അവിടേക്ക് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് എവിടെയാണോ നമുക്ക് വേണ്ടത് ആ ഭാഗത്തേക്ക് ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ഈ ഒരേ സെയിം ഹോളിലൂടെ നമ്മൾ എവിടെയാണോ സൂചി കുത്തി തുടങ്ങി എവിടെ നിന്നാണോ സൂചി നമ്മൾ വലിച്ചെടുത്തത് ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ പുറത്ത് കാണാത്ത രീതിയിലാണ് ഇങ്ങനെ നമ്മളൊരു കെട്ടൊന്നും നമ്മുടെ നൂലിൽ വീഴരുത്, അത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ ഒരേ പൊസിഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഈ ഒരു ത്രെഡിന് നല്ല തിക്നെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഹോളിലൂടെ നമ്മൾ ഇങ്ങനെ സൂചി ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ വലിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈവിരലിലൂടെ ഇങ്ങനെ ചുറ്റിയെടുത്ത് വീണ്ടും ഈ ഒരു നമ്മുടെ ത്രെഡ് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ടൈറ്റാക്കുക. വീണ്ടും ഇതേ ഹോളിലൂടെ നമ്മളിങ്ങനെ നമ്മളുടെ നീഡിലിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ത്രെഡിനെ ഇങ്ങനെ പിടിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നു. വീണ്ടും നമ്മുടെ ത്രെഡ് ഇതുപോലെ നമ്മുടെ വിരലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ ഹോളിൽ കൂടെ ഇടുക. എന്നിട്ട് ഇങ്ങനെ നീട്ടി വലിച്ച് എടുത്ത് നമ്മൾ ഇതിലേക്ക് അടുക്കുമ്പോഴത്തേനും നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. വീണ്ടും ഇതേ കാര്യം. അതപ്പോൾ ഒന്ന് ചെയ്യുന്നതിന് ഇപ്പറയായിട്ട് നമുക്ക് ഇങ്ങനെ വന്നോളുവേ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അവിടെ ഒരു ഹോള് ഇതുപോലെ ത്രെഡ് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഒന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ആക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേന് അതിന് നല്ല കട്ടിയും കിട്ടും. നല്ല ടൈറ്റായിട്ട് നല്ല തിക്നെസ്സോടുകൂടി നമുക്ക് ഒരു ഹോൾ അവിടെ ത്രെഡ് കൊണ്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കിതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇപ്പം നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഈ ഹോള് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് 7 തൊട്ട് 8 വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിപ്പം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഹുക്ക് വെച്ചെടുത്തെല്ലാം ഇതുപോലെ ബട്ടനൂടെ വെച്ച് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഈ ഒരു ബേബി ബ്ലൗസ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു 7 മുതൽ 9 വയസ്സ് വരെയുള്ള ബേബി ഗേളിനെ യൂസ് ചെയ്യാൻ തയ്യൽ തുമ്പ് വേറെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 7 മുതൽ 8 വയസ്സ് വരെയുള്ള ബേബി ഗേളിൻ്റെ അളവിലാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് ചേരുന്ന പട്ടുപാവാട